കുറച്ചു ദിവസങ്ങൾ പോലും നീണ്ടു നിൽക്കില്ലെന്ന് കരുതിയ യുദ്ധം. ഉക്രൈനെ ദിവസങ്ങൾ കൊണ്ട് തന്നെ ലോകശക്തിയായ റഷ്യ കീഴടക്കുമെന്നാണ് കരുതിയത്. എന്നാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞൻ രാജ്യമായ യുക്രൈൻ പിടിച്ചു നിന്നു. റഷ്യക്ക് ശക്തമായ തിരിച്ചടി നൽകി അമ്പരപ്പിച്ചു. അമ്പെ തകർന്ന് തരിപ്പണമാകുമെന്ന് കരുതിയ രാജ്യം മനഃശക്തി കൊണ്ട് പിടിച്ചു നിന്നു. ലോകം ഉക്രൈനൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. 2 വർഷം മുമ്പ് തുടങ്ങിയ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യയോട് ഈ ചെറിയ അയൽരാജ്യം ശക്തമായി തന്നെ പൊരുതി നിൽക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ യുദ്ധം റഷ്യക്ക് അനുകൂലമായാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും റഷ്യ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. 2 വർഷമായ റഷ്യൻ അധിനിവേശം ചെറുത്തു നിൽക്കുവാൻ ഉക്രൈന് കഴിഞ്ഞത് പ്രത്യേക യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ചും അമേരിക്കൻ നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയുമായിരുന്നു. കൂടാതെ കടലുപോലെ ഇരച്ചു കയറിയ റഷ്യൻ സൈനികരെ തുരത്തുവാൻ ഉക്രൈന്റെ കയ്യിൽ ഒരു പ്രത്യേക ആയുധവും ഉണ്ടായിരുന്നു. UAV അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. അമേരിക്ക ഉപയോഗിക്കുന്ന മിസൈൽ വഹിക്കുന്ന ദീർഘദൂര ഡ്രോണുകളെ പോലെയല്ല ഇവ. വെർച്വൽ റിയാലിറ്റി സെറ്റുകളിലൂടെയും റിമോട്ടുകളിലൂടെയും നിയന്ത്രിക്കുന്ന ചെറിയ ഡ്രോണുകളാണ് ഉക്രൈൻ പ്രതിരോധത്തിന്റെ നട്ടെല്ല്. സൈന്യത്തിന് കടന്നു കയറാനാകാത്ത സ്ഥലങ്ങളിലേക്ക് പറത്തിവിടാവുന്ന ഈ ഡ്രോണുകളുടെ കണ്ണ് വെട്ടിക്കുന്നത് എളുപ്പമല്ല. യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും തകർക്കുവാൻ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് ആയുധങ്ങൾ കൊണ്ട് ഇവയെ പ്രതിരോധിക്കുവാനുമാകില്ല. ശത്രുവിനെ നിരീക്ഷിക്കുവാനും ഈ ഡ്രോണുകളെക്കാൾ മികച്ച മറ്റൊരു വഴിയുമില്ല. ഉക്രൈനിയൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിനിസ്റ്റർ മിഖാലിയോ ഫെഡറോവ് പറയുന്നത് 74 റഷ്യൻ ടാങ്കുകളെയാണ് ഒരാഴ്ച കൊണ്ട് ഈ ചെറു ഡ്രോണുകൾ നാമാവശേഷമാക്കിയത് എന്നാണ്. ഇതിനു പുറമെ റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് കടന്നുകയറി സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്ന ദീർഘദൂര ഡ്രോണുകളും ഉക്രൈൻ പ്രതിരോധത്തിന് കരുത്തേകിയിരുന്നു. യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ശത്രുക്കളുടെ നേരെ ഗ്രനേഡുകൾ വിക്ഷേപിക്കുവാനാണ് ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നത്. ഉക്രൈനിൽ ഡ്രോൺ നിർമ്മിക്കുന്ന 200ഓളം കമ്പനികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 2024ഓടെ 10 ലക്ഷം ആയുധവാഹക ഡ്രോണുകൾ നിർമ്മിക്കുവാനാണ് ഉക്രൈൻ ലക്ഷ്യമിടുന്നത്. മനുഷ്യർ പങ്കെടുക്കാത്ത റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാനാകുന്ന യുദ്ധങ്ങളാകും ഇനി ഉണ്ടാകുക എന്ന് തെളിയിക്കുന്നതാണ് ഉക്രൈൻ യുദ്ധത്തിലെ ഡ്രോണുകളുടെ ആധിപത്യം. ഇസ്രായേൽ സൈന്യവും അതിവേഗ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ 2 വർഷം നീണ്ട യുദ്ധത്തിൽ റഷ്യയും ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുവാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഡ്രോണുകളുടെ സിഗ്നൽ തടഞ്ഞ് സുരക്ഷിത മേഖല സൃഷ്ടിച്ച് സൈനിക നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ റഷ്യ. റിമോട്ടുകളിൽ നിന്നുള്ള സിഗ്നലുകൾ ജാം ചെയ്യുന്ന രീതി വിജയിച്ചു തുടങ്ങിയതോടെ റഷ്യൻ ആക്രമണവും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി യുദ്ധത്തിന്റെ ഗതിയും മാറി തുടങ്ങിയിരിക്കുന്നു.